ഹായ്, സുഖല്ലേ എല്ലാവർക്കും? എനിക്കും അതെ കേട്ടോ. ഇന്ന് ഞാൻ 2 റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് പഴയ കാല രുചിയിലൊരു എട്ടങ്ങാടി. കായും പഴങ്ങളും എല്ലാം ചേർത്ത് ശർക്കരയൊക്കെ ചേർത്ത് മധുരത്തിലുണ്ടാക്കുന്ന ഒരു എട്ടങ്ങാടിയും, പിന്നെ അതേ കൂട്ടുകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തിരുവാതിര പുഴുക്കുമാണ് കേട്ടോ. തിരുവാതിരയ്ക്കെന്നല്ല, സ്വതവേ എല്ലായ്പ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പുഴുക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരു കൊള്ളി എടുത്തിട്ടുണ്ട്, കപ്പ, പിന്നെ ഒരു കഷ്ണം ചേന, ഒരു കഷ്ണം ചേമ്പ്, പിന്നെ ഒരു 5-6 കൂർക്ക, ഒരു നേന്ത്രക്കായ, കുറച്ച് പഴം. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ, നേന്ത്രപ്പഴം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറുപഴം എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളപ്പയർ, പിന്നെ കുറച്ച് മുതിര, കൊള്ള്, പിന്നെ കുറച്ച് എള്ള്. അപ്പോൾ എള്ളും വേണം കൊള്ളും വേണം കേട്ടോ. പിന്നെ കുറച്ച് ശർക്കര. ഇനി നമുക്ക് തേങ്ങാക്കൊത്തു കൂടി വേണം ഇതിലേക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടി വേണ്ടത് കേട്ടോ, എട്ടങ്ങാടിക്ക്. അപ്പോൾ വരൂ, നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. പണ്ട് ഈ കായകളും കിഴങ്ങുകളും എല്ലാം കനലിൽ ചുട്ടെടുത്തിട്ടാണ് ഈ വിഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ വേവിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേവിക്കുന്നുണ്ട്, പക്ഷേ ശാസ്ത്രത്തിന് കുറച്ച് പേരിന് വേണ്ടി ഞാൻ ചുട്ടെടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചുട്ടെടുക്കാനുള്ള സംവിധാനം ഉണ്ടാച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ചുട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ആദ്യം വിചാരിച്ചു അവനിലോ എയർ ഫ്രയറിലോ ബേക്ക് ചെയ്ത് ചെയ്യാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, എല്ലാവർക്കും വേവിച്ചാവുമ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായി വെന്തും കിട്ടും. അപ്പോൾ നോക്കൂ, ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം ഈ സൈസിലാണ് കേട്ടോ മുറിച്ചെടുക്കണത്. ഈ സൈസിൽ മുറിച്ചെടുത്ത് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകി വെക്കാം നമുക്ക്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മുടെ പയറും കൊള്ളും എള്ളും ഇതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നല്ല കറുമുറാന്ന് വറുത്തെടുക്കണം. പണ്ടാണെങ്കിൽ ഇത് ആ വറുത്തത് അങ്ങനെ തന്നെ ലാസ്റ്റ് അതിലേക്ക് ചേർത്തി കൊടുക്കുമായിരുന്നു പതിവ്. പക്ഷെ അത് ചിലവർക്ക് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യണത് ഇതിന്ന് പകുതി ഞാൻ വേവിക്കും, പകുതി ഞാൻ വറുത്തിട്ട് അതിൻ്റെ മേലെ ലാസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പയർ ഞാൻ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കൊള്ളും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ, മുതിര. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം, നല്ല മുരുമുരാന്ന്. ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരും, നല്ല മണവും വരും. അപ്പോൾ അത് പാകമായി എന്നാണ് അർത്ഥം കേട്ടോ. അതുകൊണ്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേ ചീഞ്ചട്ടിയിൽ തന്നെ നമ്മളുടെ എള്ളും കൂടിയിട്ട് വറുത്ത് വയ്ക്കാം കേട്ടോ. ഇതെല്ലാം മാറ്റി വയ്ക്കാം. ഞാൻ ഇതിന്ന് കുറച്ച് പയറും കുറച്ച് മുതിരയും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഇത് നമുക്ക് ആവശ്യമുണ്ട്, കുറച്ച് മാറ്റി വയ്ക്കാം. ഇത് നമുക്കിത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് നമ്മുടെ എള്ളും കൂടി മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതുപോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എള്ളു വറുക്കണത് അറിയാമല്ലോ, ഇതിങ്ങനെ പൊട്ടി പൊട്ടിയായി വന്ന എള്ളുമായി. അപ്പോൾ എള്ളും കൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇതിന്ന് കുറേശ്ശെ പയറും മുതിരയും നമ്മൾ വേവിക്കാൻ കൊണ്ടുപോകുന്ന കഷ്ണത്തിലേക്ക് ചേർത്തിട്ട് കൊടുക്കണ്ട കേട്ടോ. പകുതി പയറും മുതിരയും ഞാൻ ഇതിലേക്ക് ചേർത്തി വേവിക്കുന്നുണ്ട്. അപ്പം ഞാനത് കുക്കറിൽ വെച്ചു, ഒരു 2-3 വിസിലടിച്ചു. ഇങ്ങനെ വെന്ത് കുഴയരുത്, അങ്ങനെ പാകത്തിൽ നമുക്കത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി കാച്ചാട്ടോ. ഇതൊക്കെ ഞാൻ എട്ടങ്ങാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് പാവ് കാച്ചുക. നമ്മൾ അവിൽ വിളയിക്കാൻ പാകത്തിലില്ലേ, ആ പാകത്തിനാണ് നമ്മുടെ ശർക്കര അലിയിക്കേണ്ടത് കേട്ടോ. ഒന്നിങ്ങനെ ഒട്ടണ പരുവാവണേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ചുട്ട് തന്നെ ചേർക്കുന്നുണ്ട്. ശാസ്ത്രത്തിന് കുറച്ച് ചുട്ട് തന്നെ ചേർക്കുന്നുണ്ട്, ആ മണവും കിട്ടും, ആ രുചിയും കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കമ്പിയിൽ കോർത്തിട്ടാണ് ഗ്യാസിൽ വെച്ചൊരു 10-15 മിനിറ്റ് ഞാൻ ഇത് വെച്ച് ചൂടാക്കി നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പൂളും കൂടി ഇതിലേക്ക് വേണം. നമ്മൾ അവിൽ വിളയിക്കുമ്പോഴും ഇടില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇത് നോക്കൂ, നമ്മളുടെ തേങ്ങാപ്പൂളും റെഡി ആയിട്ടുണ്ട്. ഈ ചുട്ട് വെച്ചിട്ടുള്ള നമ്മളുടെ കഷ്ണങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകാം, കരിയൊക്കെ കളയാം. നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇത് ആവശ്യത്തിന് നന്നായി വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വരൂ എങ്ങനെ ഇത് ബാക്കി ചെയ്യണതെന്ന് കൂടി നോക്കാം. ഞാൻ ഈ കഷ്ണത്തിൻ്റെ തോല്, ഈ കരിയൊക്കെ മുറിച്ച് കളഞ്ഞ് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ വേവിച്ച കഷ്ണത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിയിരിക്കുന്നത്. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ചീഞ്ചട്ടിയിൽ ഒരു 1-1.5 സ്പൂൺ നെയ്യ് ചൂടാവുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് 2-3 ചെറിയ പഴം കൂടി മുറിച്ച് വയ്ക്കാം. നോക്കൂ, ഇത് നേന്ത്രപ്പഴമാണെങ്കിൽ ചുടണ കൂട്ടത്തിൽ നേന്ത്രപ്പഴം കൂടി ചുട്ടത് ചേർത്തിക്കോളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ നേന്ത്രപ്പഴം ഇല്ല, എനിക്ക് കിട്ടാനും വഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയ പഴം ചേർത്തിരിക്കുന്നത് കേട്ടോ. നേന്ത്രപ്പഴമാണെങ്കിൽ അത് ചുട്ട് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നോക്കൂ, ഞാൻ ഈ കഷ്ണത്തേക്ക് നമ്മളുടെ പഴം കൂടി ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ നെയ്യിൽ ആദ്യം നമ്മൾ നാളികേരം മൂപ്പിച്ചു, പിന്നെ നമ്മൾ ഈ കഷ്ണങ്ങളും പഴവും കൂടി ചേർത്തി കൊടുത്തു. ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ, ആ പാനിയും കൂടെ അതിലേക്ക് ചേർത്തിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കണം കേട്ടോ. അപ്പം ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവും. ഒരു നുള്ളേ പാടുള്ളൂ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും വെള്ളപ്പയറും
കൊള്ളും. അതും കൂടി നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മകീരം ഒരിക്കലിന് തിരുവാതിരയുടെ തലേ ദിവസമാണ് ഈ എട്ടങ്ങാടി നേദിക്കുക കേട്ടോ. അപ്പോഴാണ് ഈ എട്ടങ്ങാടി ഉണ്ടാക്കുക. കനലിൽ ചുട്ടിട്ട് കായും കനിയൊക്കെ കനലിൽ ചുട്ടാണ് ഈ എട്ടങ്ങാടി ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ എട്ടങ്ങാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണമാണിത്. അവിലൊക്കെ വിളയിച്ചത് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. ചുട്ടിട്ടാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ തിരുവാതിരയ്ക്ക് ഇതെന്തായാലും ട്രൈ ചെയ്യില്ലേ. പിന്നെ ഞാൻ പകുതി കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടെന്ന് നമുക്ക് ടപ്പേന്ന് ഒരു തിരുവാതിര പുഴുക്കും വേഗം ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വേവിച്ച കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് കൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവേതും 2 പച്ചമുളക് 4 മണി ജീരകം കൂടി ചേർത്തിട്ടാണ് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ തേങ്ങയും പച്ചമുളകും ജീരകം ചതച്ചത് ഇതുപോലെ ചതച്ചത് ഞാൻ അതിലേക്ക് കൊട്ടിക്കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്കും റെഡിയായി. അപ്പോൾ ഈ തിരുവാതിരയ്ക്ക് നിങ്ങൾ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പണ്ട് ഞങ്ങളുടെ മുത്തി സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ് തിരുവാതിര ആയാൽ, പെണ്ണുങ്ങൾ വ്രതം ഇരിക്കണം, വെറ്റില മുറുക്കണം, ഊഞ്ഞാലാടണം. വെറ്റില മുറുക്കിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ജന്മത്തിൽ പാമ്പായി മാറുന്നു. അപ്പോൾ അത് കേട്ട് പേടിച്ച് ഞങ്ങളും വെറ്റിലയൊക്കെ മുറുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ പുഴുക്ക് പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ എട്ടങ്ങാടിയും പുഴുക്കും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കാറുള്ളതെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബായ്. കാണാം കേട്ടോ.